യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ കാരണമാകട്ടെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമക്കേസും. എന്നാൽ ഒരു കൊലപാതകിയെ പോലും അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പോലും പോലീസ് എടുക്കാത്ത മുൻകരുതലും പ്ലാനിങ്ങുകളുമായിരുന്നു രാഹുലിന്റെ അറസ്റ്റിൽ നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം അടൂരിലേക്ക് പോയ തിരുവനന്തപുരത്തെ പോലീസുകാർക്ക് പോലും അറിയില്ലായിരുന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അത്ര രഹസ്യമായിരുന്നു ഓപ്പറേഷൻ. അടൂരിൽ എത്തിയപ്പോൾ മാത്രമാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് ലക്ഷ്യമെന്ന് പോലീസുകാർ പോലും അറിഞ്ഞത്. മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ ശേഷമാണ് പുറം ലോകം എല്ലാം അറിയുന്നത്. ഇതിനെല്ലാം പിന്നിൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം വിലയിരുത്തൽ. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് പോലും മാങ്കൂട്ടത്തിലിനെ തടഞ്ഞുകൊണ്ട് പോലീസ് കടുത്ത നിലപാടെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമക്കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ഡിസംബറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് എടുത്ത കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒന്നാം പ്രതിയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ 30 പേരുടെ പേരുകളാണ് FIR-ലുള്ളത്. VD സതീശനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് രാഹുലിനെ സർക്കാർ ഭയക്കുന്നതെന്ന ചോദ്യവും പ്രസക്തമാണ്. പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. സംഘം ചേർന്ന് അക്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. നവകേരള യാത്രയ്ക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI മുഖ്യമന്ത്രിയുടെ ഗൺമാനും ചേർന്ന് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ MLA, M വിൻസെന്റ് എന്നീ കണ്ടാൽ അറിയുന്ന 500ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് 20-ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും നേതാക്കൾക്കെതിരായ നടപടി ഇതാദ്യമാണ്. രാഹുലിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. അതേസമയം യൂത്ത് കോൺഗ്രസ് സംഘടന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ നിർമ്മിച്ച കേസിലും രാഹുലിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനിരിക്കെയാണ് മറ്റൊരു കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെയും മറ്റു കോൺഗ്രസുകാരെയും പിണറായിയുടെ പോലീസ് വമ്പൻ ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്ത് അഴിക്കുള്ളിലാക്കുമ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നവകേരള സദസ്സിൽ കോൺഗ്രസുകാർക്ക് നേരെ അനധികൃതമായി കയ്യേറ്റം നടത്തിയ DYFI-കാരും പിണറായിയുടെ ഗൺമാനും അടക്കം യാതൊരു കൂസലുമില്ലാതെ പുറത്തു കഴിയുകയാണ്. എന്തുകൊണ്ട് സർക്കാരോ പോലീസോ അവർക്കെതിരെ ഇത്തരമൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നില്ല?